ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നവരാണ്. പല സമയങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹു തആല നമ്മളെ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും നൽകാറില്ല. പല തവണകൾ ചോദിച്ചിട്ടും നമുക്ക് നൽകാതിരുന്നാൽ നമുക്ക് ടെൻഷൻ വരും. എന്താ റബ്ബ് തരാത്തത്? എന്തേ എന്നെങ്ങനെ ആട്ടിയോടിക്കുന്നത്? വലിയ ടെൻഷൻ നമുക്കുണ്ടാവും അല്ലെ? എന്നാൽ അപ്പോഴും റബ്ബിലേക്ക് തിരിയാതിരിക്കരുത്. എത്ര ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഇനി മതി, എനിക്ക് മടുത്തു എന്ന ഒരു ചിന്ത ഒരിക്കലും നമ്മളെ ഖൽബിൽ വരാൻ പാടില്ല. അങ്ങനത്തെ ഒരു ചിന്ത വന്നാൽ അതോടുകൂടെ എല്ലാം കഴിയും. ബഹുമാനപ്പെട്ട ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു ജനങ്ങളോട് ഇങ്ങനെ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, യാ ഷെയ്ഖ്, ഞാൻ അള്ളാഹുവിന്റെ വാതിലിക്കൽ എപ്പോഴും പോകും, അള്ളാഹുവിനോട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ട്, പക്ഷേ സ്വറഫനി അൻഹു, എന്നെ തൊട്ട് തിരിച്ചു കളയുകയാണ്, ഖാത്തിഉൽ മിഹനി വൽ ബൽവ, പരീക്ഷണങ്ങളും പ്രതിസന്ധികളും എന്നെ തിരിച്ചു കളയുകയാണ്. ഞാനിങ്ങനെ അള്ളാഹുവിന്റെ അരികിലേക്ക് പോകുന്നു, അപ്പോൾ അവന്റെ വാതിലിന്റെ അരികിൽ പോയി എന്റെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നു, പരീക്ഷണങ്ങളും പ്രതിസന്ധികളും, ഞാൻ ചെയ്ത പ്രതിസന്ധികളും പ്രയാസങ്ങളും എന്നെ തിരിച്ചു കളയാം, വീണ്ടും പോകാനുള്ള മനസ്സെനിക്ക് വരുന്നില്ല. ആ സമയം ബഹുമാനപ്പെട്ട ദുന്നൂനിൽ മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നീ ഒരു കാര്യം ചിന്തിക്കണം. കുൻ അലാ ബാബി മൗലാക സ്വബിയ്യു സ്വഈർ, നീ അള്ളാഹുവിന്റെ വാതിലിന്റെ അരികിലേക്ക് പോകേണ്ടത് എങ്ങനെയാണ്? ചെറിയ ഒരു കുട്ടിയെ പോലെയാണ്. മഅ ഉമ്മിഹി, ഉമ്മയോടുകൂടെയുള്ള ഒരു ഉമ്മയോടുകൂടെ ചെറിയ കുട്ടി എങ്ങനെയാണ് പോകുന്നത്? അതുപോലെയാകണം. അദ്ദേഹം പറഞ്ഞു, ഉമ്മ കുട്ടിയെ അടിക്കുന്ന സമയത്തെല്ലാം ആ കുട്ടി വീണ്ടും ഉമ്മയിലേക്ക് തന്നെ ഓടി വരികയാണ്. ആ കുട്ടിയെ ഉമ്മ ആട്ടി ഓടിക്കുന്ന സമയത്തെല്ലാം ആ കുട്ടി വീണ്ടും ഉമ്മയിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അടിക്കുമ്പോഴും ആട്ടിയോടിക്കുമ്പോഴും കുട്ടി ഉമ്മയിലേക്ക് തന്നെ വീണ്ടും 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 വരുന്നത്. ഭക്ഷണം വേണമെങ്കിലും അടിച്ച ഉമ്മയോടാ ചോദിക്കുന്നത്, വസ്ത്രം വേണമെങ്കിലും അടിച്ച മാതാപിതാക്കളോടാ ചോദിക്കുന്നത്. ഇങ്ങനെ എത്ര പ്രയാസങ്ങൾ ഉമ്മയിൽ നിന്ന് ലഭിച്ചാലും ഈ കുട്ടി ഉമ്മയിലേക്ക് തന്നെ വരുന്നു. ഇതുപോലെ അള്ളാഹുവിന്റെ വാതിലിന്റെ അരികിലേക്ക് നീ പോകുമ്പോൾ നിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിന്നെ അതിൽ നിന്ന് തിരിച്ചു കളയുന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും വഴിമാറിപ്പോകരുത്. വീണ്ടും വീണ്ടും നീ കുട്ടി ഉമ്മയിലേക്ക് പോകുന്നത് പോലെ അള്ളാഹുവിലേക്ക് നീ പോകണം. അങ്ങനെ പോയാൽ റബ്ബ് നിന്നെ ചേർത്ത് പിടിക്കും. നിന്റെ എല്ലാ കാര്യങ്ങളും അവൻ നിനക്ക് ഫതഹാക്കി തരും, അവൻ നിനക്ക് നേടിത്തരും. അള്ളാഹുവിലൂടെ അതെല്ലാം നിനക്ക് സ്വായത്തമാക്കാൻ കഴിയും. അതുകൊണ്ട് റബ്ബിനെ പിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് വിട്ടുകൊണ്ട് ഒരിക്കലും നമുക്കൊരു ജീവിതം പാടില്ല. റബ്ബാണ് എല്ലാം നൽകുന്നവൻ എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ അവനിലേക്ക് മടങ്ങാനുള്ള വലിയ തൗഫീഖ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അവനെ അറിഞ്ഞുകൊണ്ട് അവനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് അവനിലേക്ക് മടങ്ങാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിയരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നൽകും എന്ന വലിയ ചിന്ത എപ്പോഴും നമ്മുടെ ഖൽബിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അവനെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ.